ഇതുവരെ ആരാ ഇത്? രാവിലെ പോയപ്പോൾ ഇല്ലായിരുന്നല്ലോ വരാം. ആരാടി ഇതൊക്കെ? അമ്മ നീ വന്നാ? അമ്മ ഇതാരാ? ഇതൊക്കെ ആരാ? അതിവളുടെ വാ പരിചയപ്പെടുത്തരാം. ആരാ? വാന്ന് ഇങ്ങോട്ട് വാ. വാ എടാ, ഇതെന്റെ ഏട്ടനാ എഡ്വിൻ. ഇവള് പറഞ്ഞിട്ടുണ്ട്. ക്ലാസ്മേറ്റ്സ് ആയിരിക്കും അല്ലേ? അല്ല, ഇതാനു എന്റെ ക്ലാസ്മേറ്റാ. മറ്റേതാണല്ല ചേച്ചി, അവളുടെ ക്ലാസ്മേറ്റ് അല്ല, അവളുടെ സിസ്റ്റർ. ശരി, നിങ്ങൾ സംസാരിച്ചിരിക്കുക. ഞാനെന്നാ അങ്ങോട്ട്. എന്താ അമ്മേ? എവിടെയാടാ നീ? ഞാൻ വഴിക്കെത്തി, ഇപ്പൊ എത്തും. ശരി ശരി. ഓ വന്നോ? ആ നാളെ എവിടെയെങ്കിലും പോകാനുണ്ടോ? നാളെ നാളെ ഒരു 4 മണിയാകുമ്പോ. എങ്ങും പോകാനില്ല. കേറാവത്തോട് എന്ത് ആ വാലടിച്ച കിട്ടാ. എന്തൊരു തെറ്റ്? സ്വാതന്ത്ര്യം പോയി തുടങ്ങി. എന്ത് ചെയ്ത്? എടി അതേതാടി? കള്ള, എനിക്കും വേണം തോന്നുന്നു. ചായ തരട്ടെ? എന്നാ നീയേ ആ കടയില്ലെന്ന് പോയിച്ചോ? എന്താ മേടിക്കാനാ? പറയാം. ദാ പറഞ്ഞ സാധനം എല്ലാം ഉണ്ട്. ഒന്ന് കടയിൽ പോണം.
പയറും പച്ചക്കറിയും വേണം. ഒന്ന് മേടിച്ചിട്ട് വാ. മേടിച്ചിട്ട് വാ കേട്ടോ. കേട്ടോ. ആ പറടാ. നീ എവിടെടാ? നീ വീട്ടിൽ തന്നെയാണോ? ആടാ വീട്ടിലാ. ശരി. രണ്ടാ അടിച്ചാലാ? ഇല്ലില്ല, ഇവിടെ 2 ഗസ്റ്റ് വന്നിട്ടുണ്ട്, ശരിയാവത്തില്ല. ശേ, അപ്പം നീ വരുന്നില്ല? ഇല്ല. എന്നാ ഓക്കെ, ഞാൻ ഒറ്റയ്ക്ക് അടിച്ചോളാം. ശരി, എന്നാ ഓക്കെ. ശരിടാ, പിന്നാട്ടോ ഇവരെല്ലാം പോട്ടെ. ആ ശരി. എടാ എഡ്വിൻ, എന്തോ മേ? ഇങ്ങ് വന്നേ. ആ ഒരു തള്ള കണ്ടോ? ആ നീ ആ സുജയുടെ വീട്ടിൽ പോയിട്ടേ നല്ലൊരു ചക്ക ഇട്ടിട്ട് വാ. ഇവിടെ ചക്കയെ തീർന്നു. ദാണ്ടി നിൽക്കുന്നൊക്കെ ചക്കയല്ലേ? പുഴുങ്ങാനാണെന്ന്. ഇതൊക്കെ പഴുത്തതല്ലേ? എനിക്ക് വയ്യ, രാവിലെ ഒട്ടുന്ന ഓടുവോ. എടാ നിന്റെ കൂട്ടുകാരന്റെ വീട് അവിടെയല്ലേ? എടാ ഇവര് നമ്മുടെ വീട്ടിൽ വന്നവരല്ലേ, ഒരു ബുദ്ധിമുട്ടും അറിയിക്കാൻ പാടില്ല. ഒന്ന് പോയി. ആ ശരി ചെല്ലേ. ശരി. രാവിലെ തൊട്ടുന്ന ഓട്ടോ. എടാ ഒന്ന് പോയേച്ചു വാടാ. ഞാൻ പോവാൻ ചെല്ലേ. ചക്ക ചോയുന്നു. ആകെ പറഞ്ഞോളൂ, നാളെ വൈകുന്നേരം ഇടാന്ന് ചേർന്നാണ്. നിന്റെ മുഖത്ത് എത്ര വിഷമം. എന്റെ പൊന്നളി നാളെ നിനക്ക് ഒരു ഫുള്ള് മേടിച്ചതാ. എത്രയൊക്കെ വേണം? ഒരെണ്ണം ഒരെണ്ണം കേറ്.
അല്ല നിങ്ങളുടെ നാട്ടിൽ ചക്കയും മാങ്ങയൊന്നുമില്ല? അല്ല ഞാൻ അവിടെ ചോദിച്ചതേ ഉള്ളൂ. കഴിച്ചു കഴിച്ചു. എന്തുവാ ചേട്ടാ, മോശമായിപ്പോയി. എന്ത് നീ കൂടി? വളരെ മോശമായിപ്പോയി. ആ അമ്മ കഴിച്ചായിരുന്നോ? ആ ശരി എന്നാ. എന്താ പരിപാടി? ഏയ് വെറുതെ ഇങ്ങനെ. ചക്കപ്പുഴുക്ക് ഉണ്ടാക്കി തരാൻ ഞങ്ങൾക്കാരും ഇല്ലാത്തോണ്ടാട്ടോ. ഏയ് ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. നിങ്ങളെല്ലാവരും കഴിക്കുന്ന കണ്ടപ്പോൾ ചുമ്മാ ഒരു കൗണ്ട് അടിക്കാന്ന് വിചാരിച്ചു. ഞങ്ങളുടെ തറവാട് ഇവിടെ തൊട്ടടുത്താ. ഇന്നും നാളെയൊക്കെ ആയിട്ട് കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ വരുന്നുണ്ട്. ഞങ്ങൾക്ക് അതിൽ വലിയ താല്പര്യമൊന്നുമില്ല. കണ്ട ഉടനെ കല്യാണക്കാര്യം പറയല. പിന്നെ അവിടെ ഒരു വൈബില്ല. ഇവിടെ എങ്ങനെ വൈബുണ്ടോ? പിന്നെ നൈസ്. ബുദ്ധിമുട്ടായല്ലേ? എന്തിന്? അല്ല എപ്പോഴും ഇങ്ങനെ ഞങ്ങളുടെ ഒപ്പം തന്നെ. ഏയ് അതൊന്നും ഒരു പ്രശ്നമല്ല. എന്നാ നാളെ ഒന്ന് നേരത്തെ എണീക്കാമോ? അതെന്താ? ഒന്ന് അമ്പലത്തിൽ പോകണമായിരുന്നു. കൂടെ കൂടെ വരാമോ? എടോ സത്യം പറഞ്ഞാൽ ഞാൻ ഈ അമ്പലത്തിന് പള്ളിയിലൊന്നും പോകുന്ന ആളല്ല. ഞാനും ഇടയ്ക്കൊക്കെ പോവാറുള്ളൂ. 2 ദിവസം കഴിഞ്ഞാൽ ഓഫീസായി ക്ലാസ്സായി പിന്നെ നടക്കൂല. ശരി പോവാം. ഉറപ്പാണല്ലോ അല്ലേ? അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ശരി. എന്താ ഇനിയിപ്പോൾ ചെയ്യാ? നമുക്ക് നോക്കാന്ന് അടുത്ത ആഴ്ച. ഓക്കെ നീ വിളി.
ഇവിടെ ആരും അറിയാതെ സ്മോക്കിംഗ് അല്ലേ? എന്നാൽ പിന്നെ ഞാൻ കവലയിൽ പോയി 10 പേരോട് പറഞ്ഞിട്ട് വരാം. ഓ വേണ്ട. പിന്നെ ഇല്ലേ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഇന്ന് ഈവനിങ് ഞങ്ങൾ പോവാ. 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ പോവെന്ന് പറഞ്ഞേ? അങ്ങനെ വിചാരിച്ചേ, പക്ഷെ അമ്മ വിളിച്ചായിരുന്നു. റിലേറ്റീവ്സ് ഒക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന് തന്നെ പോണം. എഡ്വിൻ, ഇവനിത് എടാ എഡ്വിനെ, ചേച്ചി ആ ഹോണെന്നടിച്ച്. എഡ്വിൻ. എന്റെ മക്കളെ വൈകുന്നേരമായി, മഴക്കാറുണ്ട്. ഇന്ന് പോണോ? നാളെ രാവിലെ പോയപ്പോരെ? പോയേ പറ്റുള്ളൂ, എനിക്ക് ഭയങ്കര സീന. അത് കുഴപ്പമില്ല, അവര് പൊക്കോട്ടെ, പിന്നെ എപ്പോഴായാലും വരാല്ല. ഇവരെല്ലാരും വിളിച്ച് അങ്ങോട്ട് വന്നോളാം കേട്ടോ. വരാം വരാം. 2-3 ദിവസം വന്ന് നിൽക്കണം കേട്ടോ. നിർത്താം നിർത്താം നിർത്താം. എടാ ഈ പിള്ളേര് പോവാന്ന്. അപ്പൊ ശരി, ഇനിയിപ്പോ സ്വസ്ഥമായിട്ടൊക്കെ നടക്കാലോ. അപ്പൊ പോട്ടെ, ബൈ, കാണാം. കാണില്ല മോരെ. ആഹാ, പട്ട രാവിലെ തന്നെ എത്തിയിട്ടുണ്ടല്ലോ. ആ വാ വാ, ഓടി വാ ഓടി വാ. എന്താടാ വൈബേ? ഇതൊക്കെ മേടിച്ചൊന്ന് വരണ്ടേ ഇവിടെ വരെ? എടാ ഗ്ലാസ് എടുക്കടാ. എടാ സിഗരറ്റ് മേടിച്ചോടാ സന്ദീപേ. അവൻ്റെ ഉണ്ട്. ആ എന്നാ ബെക്കാരി ബ്ലാക്ക്. ബാക്കി 2 പെക്കോടെ പോടെ വഴങ്ങഞ്ഞി. ആ വരുന്ന വഴിക്ക് സംഗീതം ചേർത്ത് കൊടുത്താ നീ. ഓ അവനൊക്കെ മദ്യം കൊടുക്കാൻ ഷെയർ തരല. ചോദിച്ചു മേടിച്ചാ നീ. ഇവന്റെ കൂട്ടുകാരൻ. ആ ഇനി വരില്ല, കുഴപ്പമില്ല. എന്തോ ഒരു നാളെയല്ലേ നമ്മളിങ്ങനെ ഒരു വൈബായിരുന്നു കള്ളുടിച്ച്. സത്യം, ഇവിടെ ഈ കടല മാത്രമല്ല. ദമിച്ചിട്ടുണ്ടല്ലോ പാടം കള്ളുടിച്ച് മടുത്ത്. സത്യം. ഗ്ലാസ് കൊണ്ടുവന്നടാ. ആവിയാണല്ലേ. കൂടുന്നാ കൊള്ളാം. വൈകിട്ട് അമ്മ അവളും വരുന്നതിന് മുമ്പ് എല്ലാം എണ്ണം ക്ലീൻ ചെയ്ത് ഇറങ്ങിക്കൊണ്ട് വിടുന്നു. അതെന്ത് വർത്താനാണോ? നമ്മളിവിടെ എന്തെങ്കിലും ക്ലീൻ ചെയ്ത് പോയിട്ടുണ്ടോ? ആ പോയിന്റ് കറക്റ്റല്ലേ? നിറയണില്ലോ ഇത്. ആ എനിക്ക് കുറച്ച് മതി, അത് മതി. പോട്ടെ. കഴിച്ചങ്ങട് മിടുക്കൻ. മിച്ചറി മിച്ചറി മിച്ചറി. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ബാക്കി അടിക്കേ. ബാക്കി കഴിക്കാം. ഒരു മിനിറ്റ്. പാട്ടച്ചോനെ, എന്തിന്റെ കുഞ്ഞാണ്? ചേതന. സന്ദീപ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ല? പിന്നല്ല. നിർബന്ധിക്കണം. എന്തിന്? പാട. ആ ബാല് കാഞ്ചന ബാക്കിയാണെങ്കിൽ എൻ്റെ പൊന്നേ എനിക്ക് തരത്തില്ല കേട്ടോ. നിന്റെ കണ്ണ് കണ്ടോ? നിനക്ക് കേൾക്കണം. എന്തേലും കാണിക്കേ. വേണം. ദേ പിടിച്ചോ. സമ്മാനമായി നിനക്കൊരു വെള്ളാമ്പൽ പൂവു തരാം. സമ്മാനമായി നിനക്കൊരു വെള്ളാമ്പൽ പൂവു തരാം. പാൽക്കടലിനോളങ്ങളെ തള്ളി നീക്കി നീ വരുമ്പോൾ, പാൽക്കടലിനോളങ്ങളെ തള്ളി നീക്കി നീ വരുമ്പോൾ, സമ്മാനമായി 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 നിനക്കൊരു വെള്ളാമ്പൽ പൂതരാം.
സമ്മാനമായി നിനക്കൊരു വെള്ളാമ്പൽ പൂതരാം. കാടെല്ലാം പൂത്തല്ലോ, കൈകാൽ കുഴഞ്ഞല്ലോ. കാടെല്ലാം പൂത്തല്ലോ, കൈകാൽ കുഴഞ്ഞല്ലോ. കാൽ കുഴഞ്ഞു കൈ കുഴഞ്ഞു നീ വരുന്ന നേരം, കാൽ കുഴഞ്ഞു കൈ കുഴഞ്ഞു നീ വരുന്ന നേരം, സമ്മാനമായി 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 നിനക്കൊരു വെള്ളാമ്പൽ പൂതരാം. സമ്മാനമായി നിനക്കൊരു വെള്ളാമ്പൽ പൂതരാം. എങ്ങനെയുണ്ട്?